കേരള സ്റ്റോറി നമ്മൾ പറയുന്നത് പോലെ ഒരു പ്രൊപ്പഗൻഡ ഫിലിം മാത്രമല്ല. നമ്മളതിനിങ്ങനെ ഈ പ്രൊപ്പഗൻഡ ഫിലിമുകളുടെ കാറ്റഗറിയിൽ കുറേ അധികം പടങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ. കേരള സ്റ്റോറി, കാശ്മീർ ഫയൽസ്, ബംഗാൾ ഫയൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് ഇറങ്ങി. അങ്ങനെ കുറേ അധികം പടങ്ങളുണ്ട്. പക്ഷേ ഈ കേരള സ്റ്റോറി ഒരു പ്രത്യേക ലീഗിൽപ്പെട്ട പടമാണ്. അതിൻ്റെ കാരണം ഇല്ലാത്ത ഒരു ഫിക്ഷണലായിട്ടുള്ളൊരു കാര്യം, ആ ഒരു കാര്യം പതിറ്റാണ്ടുകളോളം ഒരു പതിറ്റാണ്ടോളം പ്രചരിപ്പിക്കുക. ആ കാര്യം ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം ഇങ്ങനെ പ്രചരിപ്പിക്കുക, പ്രൊപ്പഗൻഡ നടത്തുക. അങ്ങനെ പ്രചരിപ്പിച്ചതിന് ശേഷം ആ പ്രചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി കേസുകൾ ഉണ്ടാവുക. ആ കോടതി കേസുകളിൽ ഇവിടെ പരിശോധനയിൽ പോയി ഇങ്ങനെ ഒരു കാര്യം ഇല്ലാന്ന് തെളിയുക. പിന്നീട് പാർലമെൻറ്റിൽ പോയി ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഭരണകൂടം പറയുക. എന്നിട്ട് അതേ കാര്യത്തിൻ്റെ പേരിൽ അതേ പേരുകളിൽ നിയമങ്ങൾ ഉണ്ടാവുക. ലവ് ജിഹാദ് ലോസ് എന്ന് പറഞ്ഞിട്ട് BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നിയമങ്ങളുണ്ട്. അപ്പോൾ ഇതെന്താണ് യഥാർത്ഥത്തിൽ? ഇത് നമ്മളിതിന് കൃത്യമായ പാരലൽ കാണുക ജർമ്മനിയിലാണ്. ജർമ്മനിൽ ന്യൂറംബർഗ് ലോസ് എന്ന് പറഞ്ഞിട്ട് കുറേ അധികം നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ന്യൂറംബർഗ് നിയമങ്ങൾ. ഈ ന്യൂറംബർഗ് നിയമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഐറ്റമായിരുന്നു എന്ത്? ജൂതന്മാർ ആര്യന്മാരെ വിവാഹം കഴിക്കാൻ പാടില്ല. ജൂതന്മാരായ ആളുകൾ ആര്യവംശം പറഞ്ഞാൽ നോൺ ജ്യൂസ് ആയിട്ടുള്ള ആളുകൾ വിവാഹം കഴിക്കാൻ പാടില്ല. അതായത് ജർമ്മൻകാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാലും നിയമം. അത് അവർ കാരണമായിട്ട് പറയുന്നത് അത് പ്യൂരിറ്റി നഷ്ടപ്പെടുത്തും, ആര്യവംശത്തിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടുന്നു ജൂതവംശജരുമായിട്ടുള്ള വിവാഹം വഴി എന്നാണ് പറയുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കൂ, ഇതിൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യം ഒന്ന്, ഈ സ്ത്രീകളുടെ ലൈംഗികമായ ചോയ്സിനെ, ലൈംഗികമോ അല്ലെങ്കിൽ വൈവാഹികമായ ചോയ്സിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്, റദ്ദ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ നിയമങ്ങൾ എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ നിയമങ്ങൾ പ്രകാരം നിങ്ങൾ ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ച്, ഒരു സ്ത്രീക്കാണുള്ളത് പ്രശ്നമാവോ ഈ നിയമം? ഒരു ഹിന്ദു സ്ത്രീ ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ച് മുസ്ലിമായി കൺവേർട്ട് ആവാൻ പാടില്ല എന്നാണ് നിയമത്തിൻ്റെ അന്തസത്ത. കല്യാണം കഴിക്കാം പക്ഷേ കൺവേർട്ട് ആവാൻ പാടില്ല എന്നാണ്. ഇവിടെ രണ്ട് രീതിയിലുള്ള ചോയ്സാണ് ഇവിടെ ഹനിക്കപ്പെടുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹനിക്കപ്പെടുകയാണ്. ഒന്ന് കൺവേർട്ട് ചെയ്യാനുള്ള അവകാശം, മറ്റൊന്നൊരു തൻ്റെ ഒരു പങ്കാളി തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ഇത് രണ്ടിനും ഭരണകൂടം പേഴ്സണൽ ചോയ്സിൽ ഭരണകൂടം ഇടപെടുകയാണ്. അങ്ങനെ നിയമങ്ങൾ ജർമ്മനിയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് ജർമ്മനിക്ക് സമാനമായൊരു രീതിയാണ്, സിറ്റുവേഷനാണെന്നൊക്കെ പറയാൻ കഴിയില്ലെങ്കിൽ പോലും അങ്ങോട്ടാണ് ഇതിൻ്റെ പോക്ക്.